ഹലോ. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴേ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ചിക്കൻ കഴിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ചിക്കൻ മേടിക്കാൻ പോകുന്ന ഗെറ്റപ്പാണ് നിങ്ങളീ കാണുന്നത്. ഒരു 11:30 വരെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 12:30 1 മണിക്കാണ് ഞാൻ ഇറങ്ങിയ സമയത്തൊക്കെ നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. മഞ്ഞൊക്കെ കുറഞ്ഞു, ഇച്ചിരി ഒന്ന് ഓക്കെ ആയി. നല്ല വെയിലും ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യത്തില്ല. ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു -2 -3 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് വെയിലടിച്ചാലും നമുക്ക് ചൂടെടുക്കത്തില്ല. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തു. ഞാൻ നേരെ ആൽദിയിലോട്ടാണ് പോകുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ആൽദിയിലോട്ട് പോകാനായിട്ട്. ഞാനാണെങ്കിൽ വർക്കിന് പോകുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കും. ഈ തണുപ്പ് കാരണം എപ്പോഴും ഒന്നും ഷോപ്പിങ്ങിന് പോകത്തില്ല. ആഴ്ചയിൽ ഒരിക്കലാണ് മേടിച്ച് വയ്ക്കുന്നത്. ഇതിപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊതി കാരണം ഇന്നിപ്പോൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ആൽദിയിലെത്തി. ഒരു കുഞ്ഞു നായ്ക്കുട്ടി, നല്ല രസമുണ്ടായിരുന്നു, അത് അതിൻ്റെ വീഡിയോ എടുത്ത്. അങ്ങനെ ഞാൻ നേരെ ചെന്ന് ട്രോളി എടുത്തു. ആകെ ഒരു ചിക്കൻ മാത്രമേ മേടിക്കാൻ പ്ലാൻ ഇട്ടുള്ളൂ. പക്ഷേ അത് മേടിക്കണമെങ്കിൽ പോലും എനിക്ക് ട്രോളി വേണം, അത് നിർബന്ധം. അതെന്താണെന്നറിയില്ല, അതങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഒരു സാധനം മേടിക്കണമെങ്കിൽ പോലും എനിക്ക് അങ്ങ് ട്രോളി എടുക്കണം. അങ്ങനെ നേരെ ദാൽദിലോട്ട് പോയി. ഞാനില്ലേ ആദ്യം നോക്കുന്നത് ഇന്ന് എന്തോ ഓഫർ ഉള്ളതെന്നാണ്. ഞാൻ ഓഫറിൻ്റെ ആളാണ്. അപ്പോൾ ചെന്ന ഉടനെ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പം ഇന്ന് ഓഫറൊക്കെ നോക്കിയപ്പോൾ തക്കാളിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് ഞാനൊരു ബ്ലോഗിൽ കണ്ട് ആദ്യമായിട്ട് മേടിച്ചുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ നമ്മൾ അഗസ്ത്യപ്പൂവില്ലേ, അതും ക്യാബേജും അതിൻ്റെയൊക്കെ ഒരു മിക്സഡ് ടേസ്റ്റായിട്ട് വരും. എന്തോ എനിക്കത് ഫസ്റ്റ് ടൈം മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമായി. പിന്നെ അതങ്ങ് സ്ഥിരമായിട്ട് മേടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വേവത്തില്ല, ഒരു 10-15 മിനിറ്റ് എടുക്കും വേവാനായിട്ട്. പിന്നെ തക്കാളിക്കൊക്കെ ഇന്ന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി പിന്നെ അവിടുന്ന് നേരെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലെത്തി. ഈ കാണുന്നില്ലേ ഓറഞ്ച് കളറിൽ, എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് പേഴ്സിമൺ, എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യണേ. എന്താണെന്നറിയില്ല, അത് ഭയങ്കര അങ്ങ് ഇഷ്ടമായി. ഈ കരിക്കിൻ്റെയും നൊങ്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, അതിൻ്റെ കൂടെ നല്ലൊരു മധുരമൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത് ഓഫറുള്ളപ്പോൾ ഞാൻ അതൊക്കെ മേടിക്കും. ഇന്ന് നോക്കിയപ്പോൾ ആ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ ബില്ലിംഗ് കൗണ്ടറിലോട്ട് പോയി. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് ട്രോളി കൊണ്ടുവന്ന് വെച്ചു. തിരിച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് തന്നെ പോവുക. വേറെ ഷോപ്പിങ്ങിനൊന്നും ഞാൻ കയറിയില്ല. സാധാരണ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വേറെയൊക്കെ ഷോപ്പിലൊക്കെ കയറി കുറച്ച് ടൈം എടുക്കും ഞാൻ തിരിച്ച് റൂമിലെത്താൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ വേറെ ഒരിടത്തും ഒന്നും കയറിയില്ല. ജസ്റ്റ് ഒരു 1/2 അവർ പോയിട്ട് തിരിച്ച് അപ്പോൾ തന്നെ അങ്ങ് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ അങ്ങ് വേറെ ഒരിടവും കയറാണ്ട് തിരിച്ച് അങ്ങ് ഞാനങ്ങ് റൂമിലോട്ട് പോവുക. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് അറിയാമല്ലോ. അത് മാത്രമല്ല, ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇരുട്ടായി തുടങ്ങും. ഒരു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, ഒരിടവും പോകണ്ട. എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ പിന്നെ കയറി പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോവും. അങ്ങനെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇവിടെയില്ലേ, ഇത് ഫ്രണ്ട് ഡോറാണ്. അപ്പോൾ നമുക്ക് കീ ഉണ്ട്. കീ ഉള്ളവർക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മളിപ്പം അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ കീ കയ്യിൽ കീ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ച് ഞാൻ എൻ്റെ റൂമിലോട്ട് എത്തി. നേരെ ലാസ്റ്റ് കാണുന്നത് എൻ്റെ റൂമിൻ്റെയൊക്കെ വീഡിയോ പിന്നെ കാണിക്കാം കേട്ടോ, ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ അത് വന്നു, ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു. ഇതിപ്പോൾ സാധാ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഇതൊക്കെ വെക്കണം. ചിക്കൻ ഉണ്ടാക്കി, പിന്നെ ക്യാബേജ് ഇരിക്കുന്നുണ്ടായിരുന്നു. ക്യാബേജ് തോരനും ചോറും ഒക്കെ ഉണ്ടാക്കി. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാമൊക്കെ പ്രിപ്പയർ ചെയ്തു, കഴിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതായിരുന്നു ലാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.